കാരണമെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബന്ധമല്ലേ? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഇസ്ലാമിലേക്ക് വരുന്നതിന് പല കാരണങ്ങളും കിതാബുകളിൽ കാണാം. അതിൽ ഒരു കാരണം എന്താണെന്നറിയുമോ? ഒരു രാത്രി ഉമർ ഇബ്നുൽ ഖത്താബ് അന്ന് ഇസ്ലാമിലേക്ക് വരാത്ത കാലമാണ്. രാത്രി ഇറങ്ങി തന്റെ കമ്പനിയുടെ കൂടെ ഇരിക്കാൻ. ഇന്നും ചെറുപ്പക്കാരൊക്കെ ക്ലബ് അടിച്ചിരിക്കും പോലെ ക്ലബായി പോകാൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചെറുപ്പക്കാരായ തന്റെ കൂട്ടുകാരിരിക്കുന്ന സ്ഥലത്തേക്ക് ചെന്നപ്പോൾ ഒരാളെയും കാണുന്നില്ല. അവിടെ ഇരുന്നിട്ടാണ് കള്ളുകുടിക്കാറുള്ളത്, അവിടെ ഇരുന്നിട്ടാണ് കമന്റ് പാസാക്കാറുള്ളത്, അവിടെയാണ് അവരുടെ കറക്ക് കമ്പനി കൂടുന്നത്. അവിടേക്ക് ചെന്നപ്പോൾ ഒരാളെയും കാണാനില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വിചാരിച്ചു, എന്നാ കള്ള് ഷാപ്പിൽ പോയി 2 പെഗ് അടിച്ചാലോ എന്ന് വിചാരിച്ച് അവിടെ നിന്ന് ഇറങ്ങുന്നു. കള്ള ഷാപ്പിൽ ചെല്ലുമ്പോ ഷോപ്പ് അടച്ചിരിക്കുന്നു, ചാരായ കടക്കാരനെ കാണാനില്ല. ആ കാലഘട്ടത്തിലെ ജാഹിലിയ്യ കാലഘട്ടത്തിലെ സംഭവമാണ്. യൂസുഫ് സാലിഹിയുടെ സുബുലുൽ ഹുദയിലെ സംഭവം കാണാം. അങ്ങനെ പോയി നോക്കുമ്പോൾ അവിടെ കടയടച്ചിരിക്കുന്നു, കടക്കാരനുമില്ല. ചില ആളുകൾക്ക് ഇങ്ങനെയൊക്കെയായ എന്തെങ്കിലും ഒന്ന് ചെയ്തല്ലേ പറ്റൂ. ഏതായാലും കമ്പനിക്കാരെ കണ്ടില്ല. കള്ള് കുടിക്കാൻ നോക്കിയപ്പോ കിട്ടിയതുമില്ല. ഇനി എന്തെങ്കിലും ഒന്ന് ചെയ്തേക്കാമെന്ന് വിചാരിച്ച് നേരെ മസ്ജിദുൽ ഹറാമിലേക്ക് വരുന്നു. ഒരു 70 തവാഫ് ചെയ്യാമെന്നങ്ങ് വിചാരിച്ചു. അവിടെ മുശ്രിക്കീങ്ങളും അവരുടെ വിശ്വാസപ്രകാരം കഅബാലയത്തെ തവാഫ് ചെയ്യുമായിരുന്നു. ബഹുദൈവ വിശ്വാസികളാണെങ്കിലും പെരും ദൈവം വലിയ ദൈവം അള്ളയാണെന്നും ലാത്ത ഉസ്സ മനാത്ത ഹുബൽ പോലെയുള്ള കുട്ടി ദൈവങ്ങളുണ്ടെന്നും അള്ളാഹുവിനെ സമന്മാരുണ്ടെന്നും വിശ്വസിച്ചിരുന്ന അവരും കഅബാലയത്തെ നഗ്നമായും അല്ലാതെയും തവാഫ് ചെയ്തിരുന്നു, പ്രദക്ഷിണം ചെയ്തിരുന്നു. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് പോയി കഅബാലയത്തെ തവാഫ് ചെയ്യാൻ. അങ്ങനെ തവാഫ് ചെയ്യുന്ന നേരത്ത് സിറിയയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞ് കഅബാലയത്തിന്റെ പിന്നിൽ നിന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുകയാണ്. അപ്പോൾ തവാഫ് ചെയ്തുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് കഅബാലയത്തിന്റെ കില്ലയുടെ ഉള്ളിലേക്കങ്ങ് കയറിയിട്ട് കറങ്ങി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഈ കഅബാലയത്തിന്റെ പുതപ്പിന്റെ ഉള്ളിൽ അഭിമുഖമായി നിന്നു. നബി തങ്ങൾ കാണുന്നില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് പിൽക്കാലത്ത് പറയുകയാണ്, അന്നു ഞാൻ അവിടെ നിന്നപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുർആൻ പാരായണം എന്റെ മനസ്സിൽ പതിഞ്ഞു. എനിക്ക് ചില ശരിയായ വിചാരങ്ങളും ധാരണകളും ഉണ്ടായി എന്ന് പിൽക്കാലത്ത് അയവിറക്കുമ്പോൾ ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ലോക സാമ്രാജ്യങ്ങളെ മുഴുവനും കീഴടക്കിയിട്ട് മാതൃകായോഗ്യമായ ഭരണാധികാരിയായി മാറുമ്പോൾ മഹാനവറുകൾ വിജയം വരിച്ചത് എവിടെയെന്നറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള പ്രേമമാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്റെ പ്രേമം മാത്രം പറഞ്ഞാൽ മണിക്കൂറുകളല്ല ദിവസങ്ങൾ മതിയാകില്ല. ഉമർ റളിയല്ലാഹു അൻഹു എന്റെ പ്രേമവും അതുപോലെയാണ്. അറിയുമോ, ഇമാം ബുഖാരി പഠിപ്പിച്ചില്ലേ, കിതാബുൽ ഈമാനിൽ എഴുതിയില്ലേ, ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി
വന്നാസി അജ്മഈൻ. സകല ലോക ജനങ്ങളെക്കാളും നബിയെ ഇഷ്ടപ്പെടുന്നതുവരെ ഈമാനല്ല. ഈ ഹദീസ് ഇമാം ബുഖാരി തങ്ങൾ കൊണ്ടുവന്നത് കിതാബുൽ ഈമാനിലാണ്. ഇമാം മുസ്ലിം റഹിമഹുള്ളയും കൊണ്ടുവന്നത് കിതാബുൽ ഈമാനിലാണ്. അതിൽ ഒരു നിവേദനത്തിന്റെ തുടക്കം ഇങ്ങനെയാണ്: വല്ലദീ നഫ്സീ ബിയദിഹി. അത്രയും സത്യപ്രസ്താവനയോടെ പറയുമ്പോ അവിടെ പറഞ്ഞ മറ്റൊരു ഹദീസല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് തങ്ങളോട് ചോദിക്കുന്നു, ഫാറൂഖ് തങ്ങളോട് ചോദിക്കുന്നു, ഏറ്റവും പ്രിയമാരോടാണ് ഉമറേ? സത്യപ്രസ്താവന നടത്തിയിട്ട് പറയുന്നു, നബിയേ, എനിക്ക് എന്നോടാണ്, പിന്നെ തങ്ങളോടാണ്. അപ്പോൾ പറഞ്ഞു, അല്ലയോ ഉമറേ, ഈമാനിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിയിട്ടില്ല. തർഖീയത്തിന്റെ ശൈഖിന്റെ സ്ഥാനത്തേക്കാൾ വലിയ സ്ഥാനമുള്ള നബി പറയുമ്പോഴേക്ക് അവിടുന്ന് അത്തർ ചേഞ്ച് വരുത്താൻ പറ്റുന്ന നേതാവാണ്. നോക്കുമ്പോഴേക്ക് ഹിദായത്ത് കിട്ടിപ്പോയ ആളുകളുണ്ട്, വിളിക്കുമ്പോഴേക്ക് ഹിദായത്ത് കിട്ടിപ്പോയ ആളുകളുണ്ട്, തടകുമ്പോഴേക്ക് ഹിദായത്ത് കിട്ടിപ്പോയ ആളുകളുണ്ട്, പ്രതികരിക്കുമ്പോഴേക്ക് ഹിദായത്ത് കിട്ടിപ്പോയ ആളുകളുണ്ട്. അബൂ മഹ്ദൂറ ഇസ്ലാമിലേക്ക് വരുന്നത് നബിതങ്ങളെ തടവിയതിന്റെ പേരിലാണ്. ആ തടവുന്നതിന് മുമ്പ് എനിക്ക് ഏറ്റവും ദേഷ്യം നബിയോടായിരുന്നു. തടകിക്കഴിഞ്ഞതിന് ശേഷം ഏറ്റവും പ്രിയം എനിക്ക് നബിയോടായി പോയി എന്ന് അബൂ മഹ്ദൂറ എന്ന സ്വഹാബി പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറഞ്ഞു, ഉമറേ, ഈമാൻ സമ്പൂർണമായിട്ടില്ല. ആ വാക്കുകൊണ്ട് തന്നെ മാറ്റം വന്നുപോയി. ഉടനെ പറയുന്നു, നബിയേ, അഹബ്ബു ഇലയ്യ മിൻ നഫ്സി. എനിക്ക് എന്നേക്കാൾ പ്രേമം തങ്ങളോടാണ്. അൽ ആന യാ ഉമർ, ഇപ്പൊ റെഡിയായി ഉമറേ. ഇപ്പോഴാണ് ഈമാൻ അതിന്റെ സമ്പൂർണ്ണ തലത്തിലേക്ക് എത്തിയത്. അങ്ങനെ എല്ലാത്തിനേക്കാളും സ്നേഹിക്കേണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പ്രേമിച്ചുകൊണ്ടല്ലേ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വിജയം വരിച്ചത്. എത്ര ഉദാഹരണമാണ് ചരിത്രത്തിലുള്ളത്. അവിടുന്ന് തദ്കിറത്തുൽ മുഹിബ്ബീൻ ഫീ ശർഹി അസ്മാഇ സയ്യിദുൽ മുർസലീൻ എന്ന ഗ്രന്ഥത്തിൽ അബുൽ ഖാസിം റസ്സായി തങ്ങൾ പറയുന്നത് കാണാം. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഖിലാഫത്തിന്റെ പദവി ഏറ്റെടുത്തു. ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്. ഞാൻ ആരുമല്ല, ഒന്നുമല്ല, ഞാൻ പാപിയാണ്, ഇതിനർഹനല്ല എന്നെല്ലാം പറഞ്ഞിട്ട് മഹാനവറുകൾ പറയുകയാണ്, അല്ലയോ സ്വഹാബത്തേ, അന അബ്ദു റസൂലില്ലാഹി വ ഖാദിമുഹു. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടിമയാണ്, സേവകനാണ്. അതല്ലാതെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ എന്റെ കയ്യിലൊന്നുമില്ല. അബ്ദുകൽ മിസ്കീനു യർജു ഫളകൽ ജമ്മൽ വഫീർ ഫീക ഖദ് ഹസൻതു ളന്നി യാ ബശീറു യാ നദീർ. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അദമ്യമായ പ്രേമമുള്ള സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതാ മിനായിൽ യുദ്ധത്തിന്റെ വേളയിലാണ്. ആരോ മിനയിൽ വെച്ചെറിഞ്ഞ കല്ല് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് പരിക്കേറ്റു. ആ പരിക്കേറ്റ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സ്വഹാബത്തേ, എനിക്കിനി ഇവിടെ നിൽക്കണ്ട, പെട്ടെന്ന് എനിക്ക് മദീനയിൽ പോകണം. എന്താണ് ഉമർ ഇബ്നുൽ ഖത്താബേ അങ്ങനെ നിർബന്ധം പറയാനുള്ള കാരണം? ഞാൻ മരണപ്പെട്ടു പോയാൽ എനിക്ക് മദീനയിൽ നിന്ന് മരണപ്പെടണം, അതിനുവേണ്ടിയാണ്. ഓ
മുഅ്മിനീങ്ങളെ മനസ്സിലാക്കണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിശ്വസിച്ചു മദീനയിൽ നിന്ന് മരിച്ചാൽ മോക്ഷം ലഭിക്കുമെന്ന്. അവിടെ വെച്ച് മരണം വരിക്കുന്നതിൽ ബറക്കത്തുണ്ടെന്ന്. അങ്ങനെ ആ ഒരു സ്നേഹത്തിന്റെ തലത്തിലല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ നബി തങ്ങൾ വഫാത്തായി എന്നത് വിശ്വസിക്കാൻ പോലും കഴിയാതെ വന്നു. അല്ലാതെ നബി തങ്ങൾ വഫാത്താകില്ല എന്ന വിശ്വാസമുള്ളത് കൊണ്ടല്ല, നബി തങ്ങൾ വഫാത്തായി എന്നത് സഹിക്കാൻ ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്രയും സ്നേഹിച്ചു പോയ നേതാവാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നിങ്ങൾ മനസ്സിലാക്കണം, അല്ലാതെ പിഴച്ച വിശ്വാസം കൊണ്ടല്ല നബി എന്നും ജീവിച്ചിരിക്കുന്ന ആളായിരിക്കും എന്ന അബദ്ധ വിശ്വാസമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താവുക എന്നത് ഉൾക്കൊള്ളാൻ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് കഴിഞ്ഞില്ല. അപ്പൊ അവിടുത്തെയുടെ ജീവിതത്തിലെ മുഴുവനും വിജയത്തിന്റെ കാരണം എന്താണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് സിദ്ദീഖ് എന്ന പേര് വിടുന്ന വ്യക്തി നബി തങ്ങൾ നൽകിയ തലവാചകമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് ഫാറൂഖ് എന്ന പേര് വിടുന്ന വ്യക്തി നബി തങ്ങൾ നൽകിയതാണ്. അൽ ഫാരിഖു ബൈനൽ ഹഖ് വൽ ബാത്തിൽ, സത്യാസത്യത്തിന്റെ ഇടയിൽ വിവേചനം നടത്തുന്നയാൾ, സത്യത്തിന്റെ നാവിന്റെ ഉടമയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുത്തെയുടെ ജീവിതത്തിന്റെ മുഴുവൻ വിജയത്തിന്റെയും നിദാനം സയ്യിദുൽ അബ്റാർ വഖായിദുൽ മുഹാജിരീന വൽ അൻസാർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇനി